Merry Christmas. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ എന്നുള്ളത് നമുക്ക് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. അതായത് ലിപ് ബാം. വീട്ടിൽ ഒരു ചിലവും ഇല്ലാണ്ട് വളരെ ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് വരെ ഉപയോഗിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആണുങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും നമ്മുടെ ചുണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ വരണ്ടൊക്കെ പോകില്ലേ, അപ്പൊ അതിനുള്ള എന്ന് പറയാൻ പറ്റില്ല. ഇത് ലിപ് ബാം ആണ്, പക്ഷെ ലിപ്സ്റ്റിക് ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അതാ പറഞ്ഞു. അപ്പൊ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യണത് നല്ലതല്ല. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണത്, ഇത് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുവാണെങ്കിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന ഒരു മരുന്നും കൂടെയാണിത്. അപ്പം അതെങ്ങനെയാന്ന് കണ്ടുനോക്കാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ആദ്യമായി വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട് വളർത്തിയ നമ്മുടെ ബീട്രൂട്ട്. അപ്പൊ നമ്മളെങ്ങനെ ബീട്രൂട്ട് നട്ട് വളർത്തണം, കാര്യങ്ങള്, സംഭവങ്ങള്, അതിന്റെ പല പല കാര്യങ്ങൾ നമ്മൾ പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് പോയി കാണുക. അപ്പൊ അത് നമ്മള് ഇന്ന് പറിച്ചെടുക്കുകയാണ്. ഞാൻ എന്റെ ഇലയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബീട്രൂട്ട് അവിടെ അങ്ങനെ മൂത്ത്, അതെ, നമ്മൾ ഈ ഇതിന്റെ ഇല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം എപ്പോഴും കറികൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ മൂത്ത് അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി മുതുമുത്തപ്പനായ നമ്മുടെ ബീട്രൂട്ടിനെ നമുക്കൊന്ന് എടുക്കാം. കണ്ട, മുതുമുത്തപ്പനായ നമ്മുടെ ബീട്രൂട്ടിനെ നമ്മൾ എടുത്തു. ആ മണ്ണ് അതുപോലെ ഇടാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ മണ്ണ് വളരെ നല്ല മണ്ണാണ്. അപ്പോൾ അത് കാരണം ആ മണ്ണ് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് അടുത്ത ചെടിക്ക് വേണ്ടി നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, നമ്മളെടുത്തു. മുതുമുത്തച്ഛനെ കണ്ടില്ലേ? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം. അത് എനിക്ക് അങ്ങനെ കുറച്ചും പൂത്തു പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബീട്രൂട്ട്. അത് നമ്മളെടുത്തിട്ട് അതെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ശരിക്കും മൂത്തു. അത് അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ വേര് പോലെ വന്നു തുടങ്ങി. ഒത്തിരി മൂത്തു അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെടി മാത്രം എടുത്തോണ്ടിരുന്നതേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവമാണ് നമ്മുടെ അതിൻ്റെ തൊലികളും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് കളയാം. തൊലി കളഞ്ഞ ബീട്രൂട്ട് നമ്മളിങ്ങനെ പീസ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക്, അല്ലേ? അതെ, ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടുവാണ്. മിക്സി അത് നമ്മൾ അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിന്റെ വെള്ളം എടുക്കണത് അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ടുകൾ നമുക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ മിക്സിയിൽ നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിലാക്കി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചോണ്ട് വരും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ നല്ല കിടുവായിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരയാൻ വേണ്ടിയിട്ട്. ഇത്തിരി വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല, കാരണം പറയാൻ ഞാൻ എന്താന്നുള്ളത് സെറ്റപ്പ് ആക്കി എടുക്കണം. അത് ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഞാൻ ഇതിൽ ഇത്തിരി അധികം വെള്ളം ഒഴിച്ചായിരുന്നു. ഒരു 1/4 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ അരിച്ചെടുക്കും. അരിച്ചെടുക്കും. അതിങ്ങനെ എടുത്തിട്ട് അതങ്ങ് ജസ്റ്റ് അങ്ങ് പിഴിഞ്ഞെടുക്കും. ഇത് അറിഞ്ഞോളൂ. അല്ല, ഇത് അരിച്ചെടുത്തിട്ട് നമ്മള് ഇതൊന്ന് പറ്റിക്കും. വെള്ളം ഒന്ന് പറ്റിക്കല്ല പറ്റിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് വറ്റിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കും. അപ്പം അത് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെള്ളം ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ അങ്ങ് എടുത്ത് അതിൻ്റെ സത്ത് ഫുള്ള് നമുക്ക് എടുക്കാം. സത്ത് ഫുള്ള് എടുത്ത് നമ്മളങ്ങ് എടുത്ത് സംഭവമാക്കൂല്ലേ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞ് സെറ്റപ്പ് ആക്കി എടുത്തു. ഓക്കെ, നമ്മൾ കത്തിക്കാൻ പോവാണ്. ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മളത് പതുക്കെ വറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറ്റിക്കാനായിട്ട്. അതെ, മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇളക്കിയും കൊടുത്തോണ്ടിരിക്കണം, എങ്ങോട്ടും പോരെ ഇത് വെച്ചിട്ട്, കാരണം കുറച്ച് വെള്ളമുള്ളൂ, പെട്ടെന്ന് പറ്റും. അപ്പോൾ അത് ഇങ്ങനെ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി എവിടെയും പോകരുത്. നിങ്ങൾ ഇളക്കി കൊടുക്കണം, നല്ലോണം വറ്റിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വറ്റിച്ച് ഈ ലെവലിൽ വറ്റിയാൽ മതിയോ? അതെ, ഈ ലെവലിൽ വറ്റിയാൽ മതി. ഇനി വറ്റിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ലെവലിൽ നമ്മൾ വറ്റിച്ചെടുത്തു. ഓക്കെ, ഇനി അത്
ഇനി അത് നമ്മൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മളൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കണം. അന്ന് കണ്ടതിനേക്കാളും കുറുകിയിട്ടുണ്ട്, കണ്ടില്ലേ? ഒന്ന് തണുപ്പിച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. അത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുവേ അപ്പൊ നമ്മളത് ഇങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലേക്ക് നമ്മളത് മാറ്റി. അപ്പോൾ സംഭവം കഴിഞ്ഞില്ല. ഇതിന് ഒരു സാധനം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അതെ, അപ്പം ഇനി ആഡ് ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. എന്താ മനസ്സിലായോ? എൻ്റെ നെയ്യ് നമ്മൾ ചെറുതായിട്ട് ഉരുക്കി വെച്ച നെയ്യ് ഒരു 1/2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ നെയ്യ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, രണ്ടും കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് പകരം ഈ വാസലിൻ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? വാസലിൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ നെയ്യ് ഉപയോഗിക്കണേന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ അതെ പറഞ്ഞോളൂ നെയ്യ് ഉപയോഗിക്കുന്നത്. ഇപ്പം ബീട്രൂട്ടും നെയ്യൊക്കെ നല്ല സ്കിന്നിന് നല്ലതായതുകൊണ്ടാട്ടോ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് ധൈര്യമായിട്ട് ചുണ്ടിൽ തേക്കാവുന്നതേ ഉള്ളൂ. മുഖത്ത് തേക്കരുത് കേട്ടോ, പണി പാടും. ചുണ്ടിന് കളറൊക്കെ വെക്കാൻ നല്ലതാ. നമ്മളിപ്പം പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ്. ചുണ്ട് വരണ്ട ചുണ്ട്. നെയ്യ് പിന്നെ വൈറ്റമിൻ ഇ ആഡ് ചെയ്താലും നല്ലതാണ്. വൈറ്റമിൻ ഇ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ വേണം. പിന്നെ ഈ കളറ് വെക്കേണ്ടാത്തവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബീട്രൂട്ട് ഒന്നും വേണ്ട. നമ്മുടെ ചുണ്ടിന് വളരെ നല്ല സാധനമാണ് ഈ പറഞ്ഞ നെയ്യ്. വെറും നെയ്യ് നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ തേക്കണം നല്ലതാണ്. അപ്പോൾ കളർ വേണമെങ്കിലാണ് നമ്മൾ ബീട്രൂട്ട് വെച്ച് അത് ഒരു ജെല്ലി ഫോമിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം. കറുത്ത ഷെയ്ഡൊക്കെ മാറി കിട്ടും എന്നാണ് പറയണത്. സോ അപ്പോൾ അതിങ്ങനെ നമ്മളായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയോ? ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ്, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂറോളം സെറ്റ് ആവാൻ വെക്കുക. വെച്ചിട്ട് വന്നേക്കണ ഫോം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ഇതിപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ കണ്ടില്ലേ, ഇതിങ്ങനെ ലിക്വിഡ് ഫോമിലാണ് ഇരിക്കണത്. ഇത് സെറ്റായിട്ട് ഞാൻ ചെയ്തേക്കണത്. ഇനി നമ്മൾ സെറ്റായിട്ട് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അരമണിക്കൂറായിട്ടുണ്ടാവും ഇപ്പോൾ ഇത് വെച്ചിട്ടല്ലേ? അരമണിക്കൂർ കൂടുതലായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ചെറിയൊരു ജെല്ലി ഫോമിൽ കിട്ടും. ഉണ്ടോ? ഒരു ജാമൊക്കെ പോലെയല്ലേ? അല്ലേ? ഇത് നമുക്ക് നല്ല കുപ്പിയിലൊക്കെ ആക്കി അടച്ച് വെക്കാം. നമ്മൾ ഇതൊക്കെ പക്ഷെ ഒത്തിരി നാളിരിക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും തേക്കുക. അത് കണ്ടില്ലേ? കണ്ട ലിപ്സ്റ്റിക് ആയില്ലേ? ലിപ്സ്റ്റിക് ഇട്ട് നാച്ചുറൽ ലിപ്സ്റ്റിക്. ചാച്ചൻ്റെ കഴിക്കണോ? നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്. നെയ്യുടെ ടേസ്റ്റ് അല്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ഇട്ടാൽ മതി. കണ്ടോ? ഇത്ര മതി. ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാന്ന്. വെള്ളം കാര്യം ഉണ്ടായിരുന്നോ? നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് മുറുക്കിയ പോലെ ഉണ്ട് കേട്ടോ ആണുങ്ങൾക്ക് വീഴുമ്പോൾ. ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കൂല ലിപ്സ്റ്റിക്ക് വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ ഇതിന്റെ ഉപയോഗം ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ് ബാം ആണ്. അത് ചുണ്ടിന്റെ കളറ് കുറവുള്ളവർക്കും ചുണ്ട് വരണ്ട് പൊട്ടണവർക്കും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു സംഭവമാണിത്. അതെ, അപ്പൊ ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇട്ടു, പക്ഷെ അത് കഴിഞ്ഞിട്ട് മുഴുവൻ തേച്ച് കളഞ്ഞപ്പോൾ ഒരു റെഡിഷ് ഒരു ചെറിയൊരു ഇത് വ്യത്യാസമുണ്ട്. കണ്ടല്ലേ? അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് പോയിട്ട് ഇങ്ങനെയാവും. അപ്പോൾ നാച്ചുറൽ വേ ആണത്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് അല്ലേ? എങ്ങനെയുണ്ട്? ലിപ്സ്റ്റിക് എന്ന് വെച്ച് കഴിയുമ്പോൾ അത് ലിപ്സ്റ്റിക് എന്നും പറയാം, ലിപ് ബാം എന്നും പറയാം. പക്ഷെ മെയിൻ ഉദ്ദേശം നമ്മുടെ ചുണ്ടിനെ ഹെൽത്തി ആക്കണം. അപ്പോൾ ലിപ് ബാം തന്നെ പറയാം. അപ്പോൾ അതാണ്. അപ്പോൾ എന്താ പറയുക, സ്ത്രീകൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബീട്രൂട്ട് വളർത്തുക. അപ്പം വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബീട്രൂട്ടും കിട്ടിയില്ലേ? അതിന്റെ വീഡിയോ പോയി കാണുക. ബീട്രൂട്ടിന്റെ ഇലയും നമുക്ക് കഴിക്കാം. അതെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, എന്താ പറയുക, ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാ ആഴ്ചയും പറയണ പോലെ. അപ്പോൾ അടുത്തൊരാഴ്ച കാണുന്നവരെ വീഡിയോസ് ഒന്ന് പോയി കാണണം കേട്ടോ. അതെ അതെ, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, സ്റ്റേ സേഫ്. ഇപ്പോൾ നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കും ചെറുതായിട്ട് ഇങ്ങനെ കൊറോണ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ചെറിയൊരു തട്ടിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും വളരെയധികം കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, എൻജോയ്, ബൈ.